മിററിങ് നമുക്ക് എങ്ങനെയാണ് പാരന്റിങ്ങിൽ, എനിക്ക് തോന്നുന്നു കേൾക്കുന്ന വ്യൂവേഴ്സിൽ ഭൂരിപക്ഷം പേർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. പാരന്റിങ്ങിൽ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയാം? നമ്മൾ ടീച്ചേഴ്സ് എന്നുള്ള നിലയിൽ സ്റ്റുഡൻസിന്റെ അടുത്ത് ഉപയോഗിക്കുന്ന അതേ ടെക്നിക്ക് തന്നെ നമ്മുടെ വീട്ടിൽ അതേ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ പാരന്റിങ്ങിൽ നമുക്ക് എങ്ങനെയാണ് മിററിങ് ഉപയോഗിക്കാൻ കഴിയുക? Yeah, it's a very good question. Actually, you can use this concept of mirroring in parenting എങ്ങനെ ഉപയോഗിക്കുക പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ആസ് എ പാരന്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ ഫൺ ടെക്നിക്. മിററിംഗ് ഷുഡ് ബി എ ഫൺ. എങ്ങനെയാണ് മിററിംഗ് ഷുഡ് ബി എ ഫൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കും എന്താ ഈ ഫൺ എന്ന് പറഞ്ഞാൽ? ദാറ്റ് മീൻസ് എ പാരന്റ് ഷുഡ് ബി ട്രീറ്റിംഗ് ദ ചൈൽഡ് ലൈക്ക് എ ഫ്രണ്ട്, നോട്ട് ലൈക്ക് എ പാരന്റ്. ഒരു പാരന്റ് ആയിട്ടല്ല, അവിടെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത്, ഒരു ഫൺ ലവിങ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടീനോട് സംസാരിക്കുമ്പോൾ കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ആ സമയത്ത് എടാ മോനെ, നീ ചെയ്ത് ഇത് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്യാൻ പാടോ, എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ ഈ ഡയലോഗ് ഉണ്ടല്ലോ, എന്റെ അമ്മ എന്നോട് പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. എത്ര പ്രാവശ്യം എന്നോട് ഞാൻ പറഞ്ഞ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, നീ ചെയ്യാൻ പാടോ, നീ ചെയ്താണ്ടല്ലോ അടി കെട്ടും കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രീതിയിലാണ്. ഇതാണ് സ്വതവേ നമ്മൾ പറയുന്ന ഡയലോഗ്, ഇതിന്റെ. പക്ഷേ നമ്മൾ മിററിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ പറയാ? മിററിംഗ് പറയാണ് ലൈക്ക്, മോനെ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ നീ ചെയ്ത തെറ്റാണ് എനിക്ക് തോന്നുന്നുണ്ടോ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടീന്റെ പൊസിഷനിൽ നമ്മളൊന്ന് ഇരുന്ന് നോക്കാം. യു ട്രൈ ടു എംപത്തൈസ്, യു ട്രൈ ടു പുട്ട് യുവർ സെൽഫ് ഇൻ ടു ദാറ്റ് ചൈൽഡ്സ് പൊസിഷൻ. നീ ഇപ്പൊ ഇത് ചെയ്തു, ഇനി ഞാൻ എന്റെ പൊസിഷനിൽ ഇരുന്നാൽ എന്താ ചെയ്യാന്നറിയോ? അങ്ങനെ ചോദിക്കും. യു ഹാവ് ടു മേക്ക് ദ ചൈൽഡ് റിയലൈസ് ദാറ്റ് വാട്ട് ഹി ഓർ ഷീ ഹാസ് ഡൺ ഈസ് എ മിസ്റ്റേക്ക്. മോനെ, നീ ഇങ്ങനെ ചെയ്തു, ഞാൻ എന്റെ ഈ സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യാറിയോ? ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ നിനക്ക് എന്താ തോന്നുന്നത്? ഞാൻ ചെയ്ത തെറ്റാണോ അല്ലയോ? ചോദിച്ചു നോക്കൂ. ആ കുട്ടി പറയും, ശരിയാട്ടോ, ഞാൻ ചെയ്ത തെറ്റാണ്, ഇനി ഞാൻ ചെയ്യില്ല കേട്ടോ. See, where is the point? Mirroring works out. So I think this really works out. Please make it a try at home. Haripriya ma'am, I hope I have given you an answer. Thank you, sir. Thank you. Thank you, ma'am. Thank you so much. Hello, sir. Parenting. Hi, Jasmine ma'am. Yeah. നെക്സ്റ്റ് ചോദിക്കാനുള്ള റിലേഷൻഷിപ്പിൽ എങ്ങനെ ഇത് പിന്നെ വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ളത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ആക്ച്വലി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ എന്റെ വൈഫ് ഇവിടെ ഉണ്ടോ നോക്കട്ടെ, ഒരു മിനിറ്റ്, ലെറ്റ് മീ സീ. എനിവേ, മൈ വൈഫ് ഇസ് ദേർ. ഷീ നോസ് ദാറ്റ് ആക്ച്വലി. സോ ടു ബി വെരി ഓപ്പൺ, നമ്മളിപ്പോ ഇവിടെ കൗൺസിലിംഗ് ആയാലും നമ്മൾ ലെറ്റ് ബി മോർ ഓപ്പൺ. നമ്മളെല്ലാവരും കല്യാണം കഴിക്കുന്നതിന് മുന്നേ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഒന്ന് ജസ്റ്റ് കല്യാണം കഴിക്കാൻ മുന്നേ ലെറ്റ്സ് ഗോ ഫോർ എ കോഫി ഷോപ്പ് ഓർ ടീ ഷോപ്പ്, നമുക്ക് പോയിട്ട് ഒരു സിപ്പ് ഓഫ് കോഫി. അല്ലെങ്കിൽ എന്റെ വൈഫ് എപ്പോഴും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ബട്ട് ഐ വാസ് വൺ ചൈൽഡ് ആൻഡ് ഐ വാസ് വെരി മച്ച് ഫോക്കസ്ഡ് ഇൻ ടു മൈ വർക്ക്. ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഫോക്കസ്ഡ് ഇൻ ടു എനിക്ക് അത്ര സീരിയസ് ആയിട്ടല്ല ഞാൻ കണ്ടിരുന്നത് മാരീഡ് ലൈഫ്. ബട്ട് ആസ് ടൈം moved further, I was really able to identify what are the pitfalls in my life. ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി. But I really എനിക്ക് സമയം ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും കോഫി ഷോപ്പ് പോയിട്ട് സംസാരിക്കാൻ തോന്നുന്നു. അപ്പോൾ ഐ എം കമ്മിങ് ടു ദ പോയിന്റ് ഓഫ് ജാസ്മിൻ മാം. നമ്മള് മിററിംഗ് എങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ജാസ്മിൻ മാമിന് അറിയോ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, കാപ്പുച്ചിനോ കോഫി ഒക്കെ കുടിച്ചിട്ടുണ്ടോ? ജാസ്മിൻ മാം കാപ്പുച്ചിനോ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഈ കഫേ കോഫി ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതേമാതിരി പല കഫേസ് ഉണ്ട് അല്ലെ? അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കോഫി ഡേയിലൊക്കെ അവരുടെ മെയിൻ കോൺസെപ്റ്റ് ആണ് ഒരു ദേ ഗിവ് ദ കാപ്പുച്ചിനോ അല്ലെങ്കിൽ മാതിരിയുള്ള പല ടൈപ്സ് ഓഫ് ഇത്. എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ് അറിയോ? അതിൽ കാപ്പുച്ചിനോയിലൊക്കെ ആ ക്രീം ആണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്. സാധാരണ കോഫി മാതിരിയാണ്, പക്ഷെ അതില് ലൈക്ക് ഹാർട്ട് ഷേപ്പിലും പല രീതിയിലാണ്. ഇതൊക്കെ ശരിക്കും ഈ എസ്പെഷ്യലി ഞാൻ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ടു ബി വെരി ഫ്രാങ്ക് വിത്ത്, ഇപ്പോ ഡേറ്റിംഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ലവേഴ്സിന്റെ ഇടയിൽ റിലേഷൻഷിപ്പ് എങ്ങനെയാ വളർന്നെന്ന് പറഞ്ഞാൽ, യു നോ ദാറ്റ് അവര് ആദ്യമായി കല്യാണം കഴിക്കുമ്പോൾ ആദ്യം കാണുന്നവരാണെങ്കിൽ അവർ ആദ്യം മിററിംഗ് ആണ് ചെയ്യുന്നത്. മിററിംഗ് അൺകോൺഷ്യസ് ആയിട്ടാണ് അവർ നടക്കുന്നത്. കാരണം അവിടെ കോഫി വെക്കുന്നു, അവര് കോഫി സംസാരിക്കുന്നു. അപ്പോ ബോയ് ഈസ് ടോക്കിംഗ് ടു ദ വരൻ, ഗ്രൂം ബ്രൈഡിനോട് പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ തന്നെ ഈ ബ്രൈഡ് കോഫി കുടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് നടക്കുന്നു? ഓട്ടോമാറ്റിക്കലി ഗ്രൂമും കുടിക്കാൻ നോക്കും.
റൈറ്റ്? സോ ഒരാൾ കഴിക്കുമ്പോൾ മറ്റേ ആളും കുടിക്കുന്നു. അപ്പോൾ പിന്നെ കോഫി എന്ന് പറയുന്നത് ശരിക്കും ഒരു സയന്റിഫിക് ആസ്പെക്ട് ഉണ്ട്. കോഫി ഈസ് ആക്ച്വലി യൂസ്ഡ്, ഇറ്റ്സ് എ ഹിപ്നോട്ടൈസിങ് കണ്ടന്റ്. അത് നിങ്ങൾക്ക് എത്ര പേർക്കും അറിയുമെന്നറിയില്ല. കഫെയിൻ കണ്ടന്റ് ഉണ്ട് കോഫി. കോഫി ഈസ് എ മെഡിസിൻ ആക്ച്വലി, മച്ച് ബെറ്റർ ദാൻ ടീ. സയന്റിഫിക് ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ കോഫി ഈസ് മോസ്റ്റ് പ്രിഫേർഡ് ബൈ ദ ലവേഴ്സ്. ദർ ഇസ് എ സ്റ്റഡി ഡൺ ദേർ. അപ്പൊ അതിൽ സ്റ്റഡിയിൽ പറയുന്നത് കോഫി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആവാത്ത ആൾക്കാരെല്ലാം ഓപ്പൺ ആവും എന്നാണ് പറയുന്നത്. ഹിപ്നോട്ടൈസിങ് കണ്ടന്റും കൂടി ഉണ്ട് അതിൽ. അത് കോഫിയിൽ ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട് കഫെയിനിൽ. അപ്പൊ ഇവിടെ ഇത് മിററിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ കോഫി കുടിക്കുന്ന സമയത്ത് ദേ ഗോ ഇൻ ടു ദ സെൻസേഷൻ. അവര് കൂടുതലധികം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. പിന്നെ ഒരാൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വെച്ചിട്ട് മറ്റേ ആൾ പറയും. സോ ദർ ഇസ് എ കണക്ഷൻ. ഓട്ടോമാറ്റിക്കലി അവിടെ ഓപ്പണിംഗ് അപ്പ് നടക്കും. ഒരാള് വെന്റിലേറ്റ് ചെയ്യും, ഫീലിങ്സും പറയും, ഇമോഷൻസ് ഒക്കെ പറയും, ഒരാളുടെ പ്രശ്നങ്ങൾ പറയും, മറ്റേ ആൾ പറയും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താവെന്ന് പറഞ്ഞാൽ മിററിംഗ് വർക്ക്സ് ഔട്ട്. ഇത് നമ്മുടെ ഇതിപ്പോ ലവേഴ്സിന്റെ ഇടയിൽ യു ടേക്ക് ഇറ്റ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ഫാമിലി ലൈഫ്. ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്ക് ഹസ്ബൻഡ് ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വന്നു, ഓഫീസിന്റെ ടെൻഷൻ ഉണ്ട് വിചാരിക്കുക. വൈഫ് വീട്ടിലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, വൈഫ് ഹോം മേക്കർ ആണ് വിചാരിക്കുക. അവർക്ക് എന്താണ്, അപ്പൊ ഹസ്ബൻഡ് പറയും, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അറിയോ വരുന്നത് വീട്ടിലേക്ക്, നിനക്ക് അറിയുന്നില്ലേ ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടാ വരുന്നത്, എനിക്കൊരു ഭക്ഷണം തരണ്ടേ, നീ സീരിയൽ കണ്ട് ഇരിക്കുന്നാ മതിയോ എന്നൊക്കെ അങ്ങനെ പറയാണ്. എക്സാമ്പിൾ വിചാരിച്ചോളൂ. നിങ്ങൾ ആരും സീരിയൽ കാണുന്നവരല്ല, ഞാൻ എക്സാമ്പിൾ പറയാണ്. അപ്പൊ അങ്ങനെ പറയാണ്, സീരിയൽ കണ്ടിരിക്കുക, ഇത് എന്താ എനിക്ക് വയറിനറിയോ ഇത് വെച്ചിട്ട്. അപ്പോ വൈഫ് പറയും, അപ്പൊ ഹസ്ബൻഡിന്റെ ടോണ് ഹൈ പിച്ച് ആണെങ്കിൽ വൈഫ് ഓട്ടോമാറ്റിക്കലി ഹൈ പിച്ച് ഇടും. അപ്പൊ ആ ടോൺ ശ്രദ്ധിക്കണം, ടോണും വളരെയധികം ശ്രദ്ധിക്കണം. ഹസ്ബൻഡ് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് പറയുകയാണെങ്കിൽ വൈഫും ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. ഹസ്ബൻഡ് പറയും, ഞാൻ പറഞ്ഞതല്ലേ എന്നോട് ചെയ്യരുത്. അപ്പൊ വൈഫ് പറയും, ആ ശരിയാണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. You see the tone. The tone is also a mirroring. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കും ജാസ്മിൻ മാം. ജാസ്മിൻ മാം? Yes. Thank you ma'am. I would expect many doubts or many discussions from people. Please come forward. മിററിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, വലിയ വിഷയമൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ ഞാൻ ശരിക്കും ഇത് എന്തോ ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ഉപയോഗിച്ചതാ. പക്ഷെ എനിക്ക് തോന്നി ഇത് ശരിക്കും വർക്ക്ഔട്ട് ആയി. പക്ഷെ ഞാൻ ഇതിന്നൊരു പേര് ഞാനാണ് മിററിംഗ് കണ്ടുപിടിച്ചതെന്ന് തോന്നി. പക്ഷെ ഓൾറെഡി മിററിംഗ് ഉണ്ട് കേട്ടോ സൈക്കോളജിയിൽ. അത് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കി. റൈറ്റ്. താങ്ക് യു തഹസിൻ മാം. റാഫത്ത് ജി, ഐ തിങ്ക് യു ആർ റേസിംഗ് യുവർ ഹാൻഡ്. ഹായ്, ഗുഡ് ഈവനിങ്. ഹായ് റാഫത്ത് ജി. ഗുഡ് ഈവനിങ്. സുഖാണോ? Yeah, I'm fine. ആക്ച്വലി ഈ മിററിംഗ് എനിക്ക് കേട്ടപ്പോൾ എനിക്കുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ചാല്, ഇപ്പം തുഷാർജി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് ഇപ്പം ടീച്ചിങ്ങിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാന്നുള്ളത്. അപ്പം ആക്ച്വലി ഇപ്പം ടീച്ചിങ് പറഞ്ഞാൽ ഇപ്പം സ്കൂൾ ടൈമിലും ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പം ഹയർ സ്റ്റഡീസിലും ഉണ്ട്. അപ്പൊ ഏത് രീതിയിലാണ് നമുക്കിത് വേരിയൻസ് ചെയ്യാൻ പറ്റുക? അതായത് ഇപ്പം സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് LKG UKG സ്റ്റുഡൻസിന് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും, 5th സ്റ്റാൻഡേർഡ് മുതൽ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. മീൻസ് ഓരോ ഇയറിലും കുട്ടികൾ ആക്ച്വലി മെച്യൂർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നേരെ തിരിച്ച് അത് കോളേജ് ടൈമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവർ ടീനേജിലാണ്. അപ്പൊ ടീനേജിലേക്കും ഈ സ്കൂൾ ടൈമിലേക്കും എങ്ങനെയാണ് നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. റാഫജി പറയുമ്പോൾ തന്നെ എനിക്ക് ഓടി വന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും വിശിഷ്ട വ്യക്തിനെ അറിയാം. ഈ ഓൺലൈനിൽ ക്ലാസ് ഒക്കെ തുടങ്ങിയ സമയത്ത് കഴിഞ്ഞ വർഷം തങ്കുപൂച്ചയും മിട്ടുപൂച്ചനെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? There is one lady teacher who was taking class തങ്കുപൂച്ച ആൻഡ് മിട്ടുപൂച്ച. ഈ രണ്ട് പൂച്ചകൾ ആരും മറക്കില്ല. കാരണം ചെറിയ കുട്ടികൾ അവർ ഒരിക്കലും മറക്കില്ല. കാരണം ആ ലേഡി ടീച്ചർ എടുത്ത ക്ലാസ് എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം. ആ വിക്ടർ ചാനലിലാന്ന് തോന്നുന്നു, വിക്ടർ കൈറ്റ് ഐ തിങ്ക്. ആ ചാനലിൽ എടുത്ത ക്ലാസ്സിൽ തങ്കുപൂച്ച ഇങ്ങനെ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി ശ്രദ്ധിക്കണം. എന്താണ്, ഇങ്ങനെ ഒരു പൂച്ച ഉണ്ടായി ലൈക്ക് ദാറ്റ്. അപ്പൊ നമ്മളിങ്ങനെ ആ ആർട്ടിക്കുലേറ്റ് ചെയ്യണം നമ്മുടെ ഫീലിങ്സ്. ആ കുട്ടീനോട് പറയാണ്, ഇതൊരു പൂച്ചയാണ്, ഈ പൂച്ച ഇതിനോട് പറയുന്നുണ്ടോ, മനസ്സിലായോ? അങ്ങനെ. അപ്പൊ യു നോ ദാറ്റ് മിററിങ് അവിടെ നടക്കുന്ന ഒരു മിററിംഗ് ആണ്. ഏറ്റവും കൂടുതൽ ഈ മിററിംഗ് പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അംഗൻവാടി ടീച്ചേഴ്സിലാണ്, നഴ്സറി ടീച്ചേഴ്സിലാണ്.
ഭയങ്കര അവർക്ക്, ഞാൻ പറയട്ടെ, ഏതൊരു ടീച്ചിങ് ഫീൽഡ് എടുത്തു നോക്കൂ, കോളേജിലൊക്കെ പഠിപ്പിക്കാൻ കുട്ടികള് എത്ര സെൻസിബിൾ ആണ് നമുക്കറിയാം. പക്ഷെ ഏറ്റവും കഷ്ടമായിട്ടുള്ള നമ്മള് സല്യൂട്ട് ചെയ്യേണ്ടത് ആരെ അറിയോ? ഡോക്ടർ APJ അബ്ദുൽ കലാംജി പറയുന്നത് ശരിയാ, പ്രൈമറി ടീച്ചേഴ്സിനെയാണ്. കാരണം കുട്ടികളെ ലൈക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് ദ ചിൽഡ്രൻ. കുഞ്ഞു കുട്ടികളെ അത്രയും കഷ്ടപ്പെട്ട് അംഗൻവാടിയിലൊക്കെ ഇരുത്തി പോകുന്ന ആ പേരൻസ് ഒക്കെ വിട്ടു പോകുമ്പോൾ അവര് കരച്ചിലും പിടിച്ചിലും ആ കുട്ടികളെ എങ്ങനെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്ത് അവർ ഇരുത്തുന്നത്? ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്. കാരണം ആ കുട്ടികളെ ഓരോ കുട്ടികളെ അവർ ഇൻഡിവിജ്വലായി ട്രീറ്റ് ചെയ്യുന്നു. അവര് കുറെ രീതിയിൽ അവര് കുഞ്ഞു മോളെ, യു സീ ദാറ്റ്, ഓരോരോ കുട്ടികളെ ആ നിക് നെയിം വെച്ചിട്ടാണ് വിളിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, ആ കുട്ടികൾക്ക് ഒരു അഫെക്ഷൻ, അട്രാക്ഷൻ തോന്നുകയാണ് അല്ലെ? ഒരു അമ്മ എന്നുള്ള രീതിയിൽ, ഒരു അച്ഛൻ എന്ന രീതിയിൽ അവിടെ കെയർ ടേക്കേഴ്സ് ഉണ്ട്, isn't it? അപ്പോ ആ ട്രീറ്റ്മെന്റ് വേറെയാണ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ, റാഫത്ജി, ദാറ്റ് റിഗാർഡിംഗ് ദ നഴ്സറി ആസ്പെക്ട് ഓർ ദ പ്രൈമറി ആസ്പെക്ട്. നമ്മള് ഹയർ ആസ്പെക്ട്, ഹയർ ലേണിംഗ്, ഹയർ ഓർഡർ തിങ്കിങ് ഉള്ള ആൾക്കാരാണ്. എന്താ ഹയർ ഓർഡർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ? ക്രിട്ടിക്കൽ ആയിട്ട് ഇപ്പൊ നമ്മുടെ ടീനേജ് അഡോളസൻസ് ആൾക്കാർ നോക്കൂ, എന്ത് പറഞ്ഞാലും അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരാണ്, ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്ന ആൾക്കാര്, ഒന്നിനും വിശ്വസിക്കാത്ത ആൾക്കാരാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ ആ ട്രീറ്റ്മെന്റ് ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത രീതിയിൽ ഇവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോ ആലോചിക്കണം, ഐ എം യൂസിങ് ട്രാൻസാക്ഷൻ അനാലിസിസ്, TA ഉപയോഗിക്കുകയാണ്. നമ്മള് ആസ് എ ചെറുപ്പത്തിൽ ഉപയോഗിച്ചുള്ള ടെക്നിക്ക്, മിററിംഗ് ടെക്നിക്ക് ഈ കുട്ടികൾക്ക് എടുക്കുകയാണെങ്കിൽ, ഈ വലിയ കുട്ടികൾക്ക് എടുക്കുകയാണെങ്കിൽ, ഒബ്വിയസ്ലി നീ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പാരന്റ് ഈഗോ ആയി, അപ്പൊ അവർ ഒരിക്കലും ചെയ്യില്ല. അപ്പൊ എന്താണ് പറഞ്ഞാൽ, അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത്, അഡോളസൻസിന്റെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത്, ഒബ്വിയസ്ലി അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ വേറെയാണ്. സാധാരണ ജീവനക്കാരുടെ പ്രശ്നമൊന്നും മാതിരിയല്ല. അവരുടെ പ്രോബ്ലംസിനെ അവർക്ക് ഫേസ് ചെയ്യുന്നത്, അവർക്ക് വെന്റിലേറ്റ് ചെയ്യണം. ആ രീതിയിൽ ഒരു ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ വരുന്ന ടീച്ചേഴ്സോ അല്ലെങ്കിൽ പാരന്റ്സോ അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വലിയ കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ പഴയ ടെക്നിക്കൊന്നും പറ്റില്ല. ആ രീതിയിൽ ആ കുട്ടികളെ ഡീൽ ചെയ്യും വേണം. നമുക്ക് ആ കുട്ടികളുടെ ഇഷ്ടപ്രകാരം നമുക്ക് വഴങ്ങി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന യെസ് നീ പറഞ്ഞ ശരിയാണെന്ന് ഒരിക്കലും ഇല്ല. പക്ഷെ അഡൽട്ട് ഈഗോയിൽ ഇരുന്ന് ചെയ്യാം. ജഡ്ജ്മെന്റ് പാടില്ല. ഇവൻ ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാവും, പലരും പലതും പറയും. പക്ഷെ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ നോക്കണം, അവിടെ നമ്മൾ എങ്ങനെയാണ് പറയുക. ഇറ്റ്സ് എ ഗുഡ് ടെക്നിക്, ഞാൻ പറഞ്ഞുതരാം. മിററിംഗ് എങ്ങനെയാണ് അഡോളസൻസിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അനക്ഡോട്ട്സ് ഷെയർ ചെയ്യുക, കഥകൾ ഉണ്ടാക്കി പറയാം. ഇപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അടുത്ത വീട്ടിലുള്ള പയ്യൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നിനക്ക് അവനെ കണ്ടു പഠിച്ചൂടെ? നമ്മൾ ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ട് പഠിക്കുക, കേട്ട് പഠിക്കുക, കൊണ്ട് പഠിക്കുക, ഈ വാക്കുകളെ ഒരിക്കലും ഇടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് അഡോളസൻസ് പറഞ്ഞാൽ അവർക്ക് തീരെ ഇഷ്ടമല്ല. കാരണം അവര് എക്സ്പീരിമെന്റിങ് ഏജ് ആണ്. ഓട്ടോമാറ്റിക്കലി അവർക്ക് വീണ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്. നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തി പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം അവര്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളെ അവർ മോട്ടിവേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരാളുടെ മിസ്റ്റർ XYZ എന്നൊരു പേര് കൊടുക്കാണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടു, ഒരു ബുക്കിൽ ഇങ്ങനെ വായിച്ചു, ഒരു പയ്യൻ പറയുക അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു തെറ്റ് ആ കുട്ടി സംഭവിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു അത്രേ, അപ്പോ ആ കുട്ടി തിരിച്ചിങ്ങനെ പറഞ്ഞു. നമ്മൾ ആ കഥകൾ ഇങ്ങനെ പറയാണ്. ആ കുട്ടിക്ക് മനസ്സിൽ നോക്കൂ, അഡോളസൻസ് ആൾക്കാർക്ക് ഭയങ്കര ഫാസ്റ്റ് ആണ് തിങ്കിങ് പ്രോസസ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. ഒരു പൂ എന്ന് പറഞ്ഞാൽ ആ പൂവിന് തന്നെ അവർ കളർ കൊടുക്കും, ആ പൂവിന് തന്നെ ഒരു പേര് കൊടുക്കും. ആ പൂവ് തന്നെ എന്ത് പൂവാണ്, ഒരു പൂവല്ല 10 പൂവ് ചിലപ്പോൾ ആലോചിക്കും. കാരണം ഫാസ്റ്റ് തിങ്കിങ് ആണ്, ക്രിയേറ്റീവ് ആണ് അഡോളസൻസ് ഏജിലുള്ളവർ. അപ്പോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, അവരോട് സംസാരിക്കുമ്പോൾ വളരെയധികം സ്പെസിഫിക് ആയിട്ട് പറയാണ്ട് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് വെരി ക്ലിയർ, അഫജി. യെസ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇനി ഞാൻ പറയുന്നത് എല്ലാവർക്കും കൺവിൻസിങ് ആവുമെന്ന് തോന്നുന്നു. ഇഫ് എനിബഡി ഹാസ് എനി സോർട്സ് ഓഫ് clarification or justification or correction to make with me, I am ready to accept it. And ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നതിനെക്കാളും വേറൊരു ഡയമെൻഷൻ നിങ്ങൾക്ക് എന്നെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒബ്വിയസ്ലി ഇറ്റ്സ് എ ബിഗ് കോൺട്രിബ്യൂഷൻ ടു ദ സ്റ്റഡി ഓഫ് മിററിംഗ്. മിററിംഗ് വളരെ നല്ലൊരു റിസർച്ചബിൾ കോൺസെപ്റ്റും കൂടിയാണ്. ഞാൻ എപ്പോഴും എന്ത് കാര്യങ്ങളും റിസർച്ച് ആയിട്ടേ കാണുള്ളൂ, ബിക്കോസ് ഐ എം എ PhD aspirant.
PhD റിസർച്ച് സ്കോളർ. അപ്പോൾ ഞാൻ എന്ത് നോക്കുകയാണെങ്കിലും ഐ ലുക്ക് ഇറ്റ് ഫ്രം ദ റിസർച്ച് പോയിന്റ്. എന്ത് നമ്മൾ പറയുകയാണെങ്കിലും റിസർച്ച് ചെയ്തിട്ട് നമ്മൾ പറയാൻ പാടുള്ളൂ, അല്ലാണ്ട് വായ തോന്നിയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. isn't it? Annie ma'am, good evening. Good evening, Tushar. How are you, ma'am? Yeah, fine. Yeah, okay. Do you have any questions to ask, ma'am? Question, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്, എന്നാലും കേട്ടതിൽ നിന്ന് എനിക്ക് ഒരു ഡൗട്ട് ചോദിക്കാം. ഈ നമ്മൾ മിററിംഗ് എന്ന് പറയുന്നത് ഒരു certain extent വരെ മാനിപ്പുലേഷൻ ആണോ തുഷാർ? യെസ്, മാനിപ്പുലേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോ നമ്മളിപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാജിക് മാതിരിയുള്ള കാര്യങ്ങൾക്ക് അധികം ഉപയോഗിക്കുന്നുണ്ട്. യു നോ ദാറ്റ് ബ്ലാക്ക് മാജിക് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടോത്രം കാണിക്കുന്നതും അതേമാതിരി ഈ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവര് കൂടുതലായിട്ട് ഈ എന്ത് പറഞ്ഞാലും എന്ത് അന്ധവിശ്വാസം എന്തും വിശ്വസിക്കും. അപ്പൊ അങ്ങനെ അത് അവിടെ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ഒരാളുടെ വിശ്വാസം വെച്ചിട്ട് വഞ്ചന കാട്ടാണ് വേറെ ആൾക്കാർ അത് പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒരു മിററിംഗ് ആണ് ശരിക്കും. ഓരോരോ ആൾക്കാരുടെ ഇമോഷൻസിനെ ഒരു പന്ത് മാതിരിയാക്കിയിട്ട് ഒരു കളിപ്പന്താക്കിയിട്ട് പല ആൾക്കാർ അത് അവരുടെ ഇമോഷൻസ് വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്നു, നിങ്ങൾക്ക് അതുണ്ടാവുന്നു, നിങ്ങൾ ഇതുണ്ടാവുന്നത് ഇത് കാരണമാവാം, നിങ്ങളുടെ വീട്ടിൽ ഇതില്ലേ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പോ അതെങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ കാരണം അവർ ദേ ഡു ദ ഹോംവർക്ക്. ഒരാളെ മുന്നിൽ ഇരുത്തുമ്പോൾ അതിനെ പറ്റി ഒരു ഹോംവർക്ക് നടത്തിയിട്ടാണ്, എല്ലാം സ്റ്റഡി നടത്തിയിട്ടാണ് ഒരാളെ പറ്റിയിട്ട് അവർ പറയുന്നത്. പക്ഷെ ഇവര് ആദ്യമായി കാണുന്നതുകൊണ്ട് ഇവര് വിചാരിക്കും ഇയാൾക്കെല്ലാം ഇൻറ്റ്യൂറ്റീവ് ആയിട്ട് പറയാണ്. തെറ്റാണ്. ഇങ്ങനെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വെസ്റ്റേൺ കൺട്രിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, NLP ശരിക്കും മിസ്യൂസ്ഡ്, പല രീതിയിലും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അൺഎത്തിക്കൽ കൗൺസിലേഴ്സ്, ശരിക്കും കൗൺസിലിംഗ് ചെയ്യുന്ന കൗൺസിലേഴ്സ് എല്ലാവരും എത്തിക്കൽ ആയിരിക്കണം. what do you mean by ethical? എത്തിക് എന്ന് വാക്ക് പറഞ്ഞാൽ തന്നെ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിൽ പോവുക, ഒരു കൗൺസിലർ ഒരു ക്ലയന്റിനെ ഡീൽ ചെയ്തു എന്ന് വിചാരിക്കുക. ആ ക്ലയന്റ് പെട്ടെന്ന് മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അയാൾക്ക് സുഖം ഉണ്ടായിരുന്നില്ല, അയാളെ മരിക്കുന്നതിന് മുന്നേ വരയ്ക്കും അയാള് ക്ലയന്റ് ആയിരുന്നു, അയാളെ റെസ്പെക്ട് ചെയ്തിരുന്നു, അയാള് ഓരോരോ മണിക്കൂർ എത്രയാണോ ഇരുന്ന സിറ്റിംഗ്സിനൊക്കെ പൈസ കൊടുത്തിരുന്നു, റൈറ്റ്? അപ്പോ നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ക്ലയന്റ് മരിച്ചു, നിങ്ങൾ മെസ്സേജ് കിട്ടി, നിങ്ങൾ അയാള് മരിച്ച വീട്ടിൽ അല്ലെങ്കിൽ ഗ്രേവ് യാർഡ്, അവിടെ സെമിട്രി, അവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യുമോ ഇല്ലയോ? ഇറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. As an individual, as a counselor, will you be ethical enough to go and visit the നിങ്ങൾ അയാളുടെ വീട് സന്ദർശിക്കുമോ, അതോ നിങ്ങൾ മെസ്സേജ് അറിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുമോ? Can anyone give the answer for this? So Rafaji, you say yes, you would visit the house. Okay, I will tell you, we can evaluate it from different aspects. പറയൂ, എല്ലാവരും പറയൂ. No, I recommend not to visit, not to talk about our relationship. Very nice, John sir. You are right. Actually നമ്മളൊരു ഇത് ആസ് എ കൗൺസിലർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കാരണം നമ്മൾ അവിടെ ക്ലയന്റും കൗൺസിലർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി കോൺട്രാക്ട് ആണ്. ഇറ്റ്സ് എ കോൺട്രാക്ട്. കാരണം ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള അയാൾക്ക് തോന്നുന്ന വരയ്ക്കും മാത്രം നമ്മളൊരു നടത്തുന്ന ഒരു അഗ്രിമെന്റ് ആണ്, isn't it? പക്ഷെ ആ ഒരു കാലാവധി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ അതിനെ പറ്റി പിന്നെ ഒരു റിവിഷൻ ചെയ്യാൻ പാടില്ല. അതേമാതിരി തന്നെയാണ് ഇതും. നമ്മൾ മരിച്ച വീട്ടിൽ നമ്മുടെ കസ്റ്റം, നമ്മുടെ കൾച്ചർ പറയുന്നത് മരിച്ച വീട്ടിൽ നമ്മൾ പോയി അവരെ വി ഹാവ് ടു പ്രേ ഫോർ ദം എന്ന്. പക്ഷെ കൗൺസിലിംഗിൽ ഒരിക്കലും നമുക്ക് നടക്കാൻ പറ്റില്ല. സോ മിററിംഗ് എന്ന് പറയുന്നത് ശരിക്കും അവിടെ ഈ ഒരു കോൺസെപ്റ്റിൽ വെസ്റ്റേൺ കൺട്രിയിലെ കൾച്ചർ ഓൾസോ മാറ്റേഴ്സ് വെയർ മിററിംഗ് ക്യാൻ ബി മിസ്യൂസ്ഡ്. വെസ്റ്റേൺ കൺട്രിയിൽ അങ്ങനെ ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ നോക്കൂ, ഇന്ത്യൻ കൾച്ചറിൽ വേറെ മാതിരിയാണ്. ഇന്ത്യൻസ് ചില ആൾക്കാർ പറയും ഞങ്ങളുടെ കൾച്ചർ ഇങ്ങനെ പറയുന്നു, വി വോണ്ട് ടു ഗോ ഫോർ ഇറ്റ്. ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാം. അപ്പോൾ അവിടെ എന്താന്ന് പറഞ്ഞാൽ എത്തിക്സ് നഷ്ടപ്പെടുകയാണ്. കാരണം ഇന്ത്യൻസ് എപ്പോഴും പറഞ്ഞാൽ ഐ എം നോട്ട് ക്രിറ്റിസൈസിങ് എനി വൺ, ബട്ട് ദിസ് എ ഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ 100 ആൾക്കാരോട് പറയാണ്ടിരുന്നതിന് നമുക്ക് സമാധാനമാവില്ല, isn't it? ശരിക്കും മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് മിററിംഗ്. ഒരാൾ ചെയ്യുന്നത് എന്തിനാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത്?
കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവരെ ഊതി വീർപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. മിററിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ചെയ്ത ടെക്നിക്ക്, അത് ടെക്നിക്സ് പറയാം, പ്രശ്നങ്ങൾ പറയാം, ആളെ അറിയിക്കണ്ട. ആരാണ് ആള്, ഏത് അഡ്രസ്, ഡീറ്റെയിൽസ് കൊടുക്കണോ? വേണ്ട. നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമുക്ക് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഒറ്റൊരു രീതിയുള്ളൂ, ബി എത്തിക്കൽ, ബി ട്രസ്റ്റ് വർത്തി. ആള് പെണ്ണാണെങ്കിൽ, റിയാലിറ്റിയിൽ സ്ത്രീ ആണെങ്കിൽ നമുക്കത് ആണായി പറയാം, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ആണാണെങ്കിൽ നമുക്കത് സ്ത്രീയായി പറയാം. ഒരാള് ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറിന് മാറ്റി നമുക്ക് ടീച്ചർ എന്ന് പറയാം. യു നോ ദാറ്റ് ഇറ്റ് ഇസ് ലെഫ്റ്റ് ടു യു. യു ട്രൈ ടു ജസ്റ്റ് ടിൽറ്റ് ഇറ്റ്. എന്താ പറയാ, നമുക്ക് ആ റോൾ ഷിഫ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. പക്ഷെ ഡോണ്ട് ഗിവ് ദ ഐഡന്റിറ്റി. മിററിംഗ് ക്യാൻ ബി മിസ്യൂസ്ഡ്. യു ആർ റൈറ്റ് ആനി മാം, മിററിംഗ് ക്യാൻ ബി മിസ്യൂസ്ഡ്. കാരണം മിററിംഗ് ശരിക്കും NLP ഉപയോഗിക്കുന്ന വെസ്റ്റേൺ കൺട്രിയിൽ it's for having what is it, you know that for making the people sleep for one night, they use this mirroring technique in Western country. It's illegally misused. I don't know how many of you know it, but we have to be very careful. Mirroring is also a hypnotizing technique. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞ ആ വാക്ക് തന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. മിററിംഗ്, ഒരാളുടെ കണ്ണ് നോക്കി നമുക്ക് മിറർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്ര പേര് ഏഴാം അറിവ് സിനിമ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. സൂര്യന്റെ ഏഴാം അറിവ്, അതിലൊരു ക്യാരക്ടർ ഉണ്ട്, ഡോങ്ക്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അദ്ദേഹം ആ ഒരാളുടെ കണ്ണ് നോക്കി അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആക്ച്വലി ഇറ്റ്സ് എ വൺ ടൈപ്പ് ഓഫ് മിററിംഗ്. ഞാൻ വിചാരിച്ച കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അടിച്ചമർത്ത് ചെയ്യിപ്പിക്കുന്നത്. ഇത് ശരിക്കും മിററിംഗ് ടെക്നിക്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സ്കൂൾസിലുണ്ട്, കോളേജസിലുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ക്രിമിനേഷൻ പല രീതിയിലും നടത്തുന്നുണ്ട്. വീട്ടിലും കൂടി നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് മൈ ആൻസർ ഫോർ യു, ആനി മാം. താങ്ക് യു തുഷാർ. താങ്ക് യു മാം. ഞാൻ ശരിക്കും ആക്ച്വലി ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ബട്ട് എനിക്ക് ശരിക്കും ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ വിഷയങ്ങളും. ആൻഡ് യു നോ, മിററിംഗ് ഒരു പുതിയ വഴിതിരിവ് ഉണ്ടായത് തന്നെ നിങ്ങൾ എല്ലാവരോടും സംസാരിച്ചിട്ടാണ്. താങ്ക് യു സോ മച്ച്. ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. ഞാൻ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളായിട്ട് ആശയങ്ങൾ പങ്കുവെച്ചപ്പോ ഞാൻ എന്തൊക്കെയോ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നോളജ് കിട്ടിയ മാതിരി ഒരു സംഭവം. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇപ്പൊ ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? ഹലോ, നസീറ മാം. ഡൗട്ടൊന്നുമില്ല, വളരെ ഉഷാറായി. ഞാൻ ഈ മിററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് തുഷാർ സാർ ഉദ്ദേശിക്കണം എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്ലിയർ ആയി. പക്ഷെ ഞാനത് അതേ ക്യൂരിയോസിറ്റിയിലൂടെ വിട്ടതാണ്. എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ലൈഫിൽ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണെന്നാണ് ഇപ്പൊ എനിക്ക് ഇത് കേട്ടപ്പോ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത്. അല്ലേ? എന്താന്ന് വെച്ചാല് നമ്മൾ മറ്റുള്ളവരോടൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. എന്നാലും ലൈഫിലുള്ള ഹസ്ബൻഡ്, മക്കള്, നമ്മളെ സ്വന്തം കുടുംബത്തില് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇതെന്ന് എനിക്ക് വല്ലാതെ ബോധ്യപ്പെട്ടു എന്ന് തന്നെ പറയാം. എൻ്റെ ഒരു മോനൊക്കെ അഡോൾസൻസ് ആണ്, അതിലുൾപ്പെടും. അപ്പൊ അതിലൊക്കെ ഒരുപാട് മാറ്റം തന്നെയാണ്. എന്നാലും എൻ്റെ ലൈഫിലൊക്കെ ഒരുപാട് ഇതിന്റെ പേരില് മറ്റുള്ളവരോട് നമ്മൾ നന്നായി ചിരിക്കും, നല്ല എന്താ പറയാ, അങ്ങനെയൊക്കെ ആണെങ്കിലും വീട്ടിന്റെ ഉള്ളിലാണല്ലോ ശരിക്കുള്ള ആ തനത് മുഖം കാണിക്കുക. നസീറ മാം, ഞാനൊരു ഇൻസ്റ്റൻസ് ഷെയർ ചെയ്തോട്ടെ, ഒരു ചെറിയ 1 മിനിറ്റ് എടുത്തോളാം. ഇപ്പോ നമുക്കെല്ലാവർക്കും ഇടയിൽ, നമ്മുടെ ഫാമിലി ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആരാണോ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഐ വിൽ നോട്ട് ഗിവ് ദ ഐഡന്റിറ്റി. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ മിസ്റ്റർ എക്സ് ഓർ വൈ ഓർ സെഡ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നിനൊന്ന് കൊടുക്കുക എന്ന് പറയില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മള് അയാള് എനിക്ക് ചെയ്ത പ്രശ്നം ഞാനത് അയാൾക്ക് തിരിച്ച് നമ്മള് അനുഭവം കൊടുക്കുകയാണ്. ഇപ്പോ എനിക്ക് ഒരു സ്നേഹം കിട്ടണം എന്ന് വിചാരിച്ചു, ബട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി അയാൾ എൻ്റെ അടുത്ത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എൻ്റെ അടുത്ത് അതേ സ്നേഹം ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഇയാൾ എനിക്ക് എങ്ങനെ തന്നോ ആ രീതി ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാവും എന്താണ് തെറ്റ് റിയലി.
അങ്ങനെ പല രീതിയിലും പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. ആക്ച്വലി മിററിംഗ് എന്ന് പറയുമ്പോൾ അതിൽ പവർഫുൾ ആണ്. കാരണം അതിൽ ഹിപ്നോട്ടിസം വരുന്നുണ്ട്, NLP വരുന്നുണ്ട്, TA വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്, REBT വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ വളരെ പവർഫുൾ ടെക്നിക്കാണ്. ഇതാണ് എൻ്റെ ഒരു ഫൈൻഡിങ്സ് ഓഫ് ദ സ്റ്റഡി. സുനിത, യെസ് മാം, കണ്ടിന്യൂ. പറഞ്ഞ പോയിന്റ് അപ്പൊ അതൊരു റിവെഞ്ച് എടുക്കലായിട്ട് തോന്നുന്നില്ലേ? റിവെഞ്ച് ആണോ പറഞ്ഞത്? ടിറ്റ് ഫോർ ടാറ്റ് പോലെ. എക്സാക്ട്ലി സുനിത മാം, എക്സാക്ട്ലി, ഞാൻ അതാ ഉദ്ദേശിച്ചത്. എനിവേ പലരും അത് നെഗറ്റീവായിട്ട്, ഇറ്റ്സ് എ നെഗറ്റീവ് സെൻസ് സുനിത മാം. ആക്ച്വലി റിവെഞ്ച് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്ത് നീ എനിക്ക് ഒന്ന് തന്നു, ഞാൻ എനിക്ക് ഇരട്ടി തരും, അതൊരു മിററിംഗ് ആണ്. ഇറ്റ്സ് എ നെഗറ്റീവ് മിററിംഗ്. അതാ പറയുന്നത്, നമ്മളാണ്, നമ്മുടെ ഉള്ളില് ബ്രെയിൻ ഉണ്ട്, നമുക്ക് ലോജിക് ആണ്, നമുക്ക് ഉപയോഗിക്കാം, റീസണിങ് വെച്ച് ചോദിക്കാം, ഡു യു വോണ്ട് ടു ഗോ ടേക്ക് ഇറ്റ്, പ്രിഫർ പോസിറ്റീവ് മിററിംഗ് ഓർ ദ നെഗറ്റീവ് മിററിംഗ്. ഇടയ്ക്ക് നമുക്ക് ചിലപ്പോ നെഗറ്റീവ് മിററിംഗ് ഉപയോഗിക്കേണ്ടി വരും ചില സാഹചര്യത്തിൽ. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറയാണ്, എടാ നീ ഇത് ചെയ്തിരിക്കണം, നീ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നിനക്ക് പ്രശ്നം വരും കേട്ടോ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞ മാതിരി ചെയ്യാണ്ട് അവൻ തോന്നിയമായി ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അവൻ എൻ്റെ അടുത്തേക്ക് വരും, എടാ എനിക്ക് ഇങ്ങനെ പ്രശ്നമായി, നീ എന്താണ്, ഞാൻ പറഞ്ഞ ശരിയാ, ഞാൻ അത് ചെയ്യായിരുന്നു എന്ന് പറയാണ്. അപ്പോ എന്നോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നീ എന്താണ്, നീ തോന്നിയമായി ചെയ്തോ, നിനക്ക് ഓൾറെഡി അറിയാലോ എന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, അപ്പൊ അവൻ തോന്നിയമായി ചെയ്യാം. അപ്പൊ ഹി വിൽ റിപ്പന്റ്, ഹി വിൽ ഫീൽ ബാഡ്, isn't it? അപ്പൊ അവൻ ചെയ്ത തെറ്റാണ് നമ്മൾ ഒന്നും കൂടി അതാക്കുമ്പോൾ, അത് അടിച്ചമർത്തുമ്പോൾ അവൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് മിററിംഗ് എന്ന് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് പുഷിംഗ് ദം ഇൻ ടു എ ഡാർക്ക്നെസ്. അത് പാടില്ല. സുനിത മാം, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ പറയാണ്, നമുക്ക് തീരുമാനിക്കാം നല്ലതായിട്ട് ഉപയോഗിക്കണോ ചീത്തയായിട്ട് ഉപയോഗിക്കണോ. പലരും അതാണ് അനി മാം പറഞ്ഞ മാതിരി, ഇറ്റ്സ് ബീങ് മിസ്യൂസ്ഡ്. ഇതൊക്കെ മിസ്യൂസിന്റെ ഒരു കാര്യമാണ്. അപ്പോ റിവെഞ്ച് ആയിട്ടും വെട്ടും കൊലയൊക്കെ നടത്തുന്നത് ശരിക്കും മിററിംഗിന്റെ ഒരു കോൺസെപ്റ്റാണ്. എനിക്ക് അവൻ അടി എന്നാൽ ഞാൻ അവൻ 2 അടി കൊടുക്കും. ആ രീതിയിൽ അതൊക്കെ it should be avoided. Thank you so much, sir. Thank you, ma'am. Vishal, excellent session. Thank you so much. Yeah, and the interaction is where you're really shining. Okay. It's and you made me pleasure. think a lot also, like how deep mirroring really works. I never really knew before, so made me really think about it. And I was wondering, like, how people who have antisocial personality disorder, like they have less mirror neurons, right? That's Yes. what. How does it work in them? Like, have you ever thought of that? മാം ഒന്നുകൂടി ചെറുതാക്കി പറയാമോ? കുറച്ചുകൂടി ക്ലാരിറ്റിന്റെ പ്രശ്നം വന്നിട്ടുണ്ട്. Oh, sorry. Maybe my net problem, right? Yeah. In antisocial personality disorder, people have less mirror neurons, right? And they have less ability to mirror. That is why their empathy is less, right? Yes, so yes. how is mirroring, how does mirroring affect them, and how they will use mirroring? Like, have you ever thought about that? I have not thought about that, but it's a very interesting question. ഇപ്പൊ ആന്റി സോഷ്യൽ എന്ന് പറയുമ്പോൾ അതില് ഏറ്റവും കൂടുതൽ ഈ ആന്റി സോഷ്യൽ ഉണ്ടാവാൻ മെയിൻ കാരണം എന്താ? കാരണം they think everything from their perspective. They don't let others, അവരുടെ ഇമോഷനിൽ മറ്റുള്ളവർക്ക് ഒരു സ്ഥാനമില്ല. അതുകൊണ്ടാണ് മിററിംഗിന് ഒരു സ്ഥാനമില്ലാത്തത്. മിററിംഗ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോ ഒരു കണ്ണാടിയിൽ നോക്കുകയാണ്. ഞാൻ കണ്ണാടിയിൽ എന്തിനാ നോക്കുന്നത്? ഞാൻ നോക്കുന്നത് എന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്ത ഡ്രസ്സിങ് ശരിയാണോ? isn't it? പക്ഷെ ആന്റി സോഷ്യൽ ആളാണെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാൻ, ഞാൻ എന്റെ ജീവിതം ജീവിക്കും, എനിക്ക് ആരും വേണ്ട, എനിക്ക് എന്റെ ലൈഫ് ലീവ് ചെയ്യണം. അതാണ് നടക്കുന്നത്. മിററിംഗ് ടു ബി വെരി സയന്റിഫിക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ മിററിംഗ് കുറവാണ്. വെരി ട്രൂ. കാരണം ഈ കോൺസെപ്റ്റ് നമുക്ക് ലൈഫിൽ മനസ്സിലാക്കണമെങ്കിൽ മിറർ ഉപയോഗിച്ച് നോക്കുക. അപ്പൊ മിറർ നമുക്ക് കാണുമ്പോൾ, നമ്മൾ സാധാരണ മനുഷ്യക്കാരാണെങ്കിൽ നല്ല നമ്മളെല്ലാം തോട്ട്സ് നോക്കുമ്പോൾ നമ്മുടെ മുഖം തന്നെ, ഇന്ന് ഞാൻ ഹാപ്പിയാണ്, ഇങ്ങനെ അറിയുന്നത് നമ്മുടെ മുഖം, നമ്മുടെ ഇവിടുത്തെ ആ റിങ്കിൾസ് ഒക്കെ പോയിട്ട് നമ്മൾ വളരെ ബ്ലഷിങ് വിത്ത് ഹാപ്പിനെസ് ആയിരിക്കും. ഇപ്പൊ സാഡ് ആവുമ്പോൾ നമ്മുടെ ഇവിടെ ഡാർക്ക് സർക്കിൾ ഒക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര സങ്കടമാണെന്ന് തോന്നും. അത് നമ്മൾ, പക്ഷെ ഈ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നേരമില്ല. കാരണം മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമുള്ളൂ. മറ്റുള്ളവരുടെ ഫീലിങ്സും കൂടി അവർ സ്ഥാനം കൊടുക്കില്ല. അതാണ് സംഭവിക്കുന്നത്. I've noticed that
antisocial personality disorder ഉള്ളവര് അവര് ഫേഷ്യൽ എക്സ്പ്രഷൻസ് മറ്റുള്ളവരുടെ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ അവർക്ക് ഡിഫിക്കൽട്ട് ആണ്. അവര് കാരണം അവരുടെ മാമിന് ഫേഷ്യൽ മസിൽസ് മാത്രമല്ല മാം, അവരുടെ നമ്മള് ഏറ്റവും പറയുന്ന നമ്മുടെ പവർഫുൾ പാർട്ട് ഓഫ് ദ ബോഡി ഐ ആണ്, കണ്ണാണ്. നമുക്കിപ്പോ ആന്റി സോഷ്യൽ ചെയ്യുന്ന തെറ്റ് ചെയ്യുന്നപ്പോ ഇത് ക്രിമിനോളജിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റഡി. ഒരാളുടെ നമ്മൾ NLPയിലൊക്കെ നോക്കുന്നുണ്ടല്ലോ, നമ്മള് 3 രീതിയിൽ നമുക്ക് കണ്ണിനെ വിശേഷിപ്പിക്കാം. ലെഫ്റ്റ് ഐ, റൈറ്റ് ഐ, താഴത്ത് നോക്കുന്നു, സൈഡിലേക്ക് നോക്കുന്നു, മേലെ നോക്കുന്നു. അപ്പൊ നമുക്ക് അയാള് പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അയാളുടെ കണ്ണ് ഫോറൻസിക്കിലൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ കണ്ണ് മൂവ്മെന്റ് അനുസരിച്ച് പറയാൻ പറ്റും. അയാൾ ഉണ്ടാക്കി പറയാണോ അതോ ചിന്തിച്ച് പറയാണോ, വാസ്തവത്തിൽ ശരിക്കുള്ള കാര്യമാണോ എന്നൊക്കെ പറയാം. ശരിക്കും ഈ മിററിംഗ് ലെസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കണ്ണിന്റെ മൂവ്മെന്റ് മേലോട്ടും താഴോട്ടും മാത്രമേ പോവുള്ളൂ, റൊട്ടേഷൻ ഉണ്ടാവില്ല. മിററിംഗ് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കണ്ണിന്റെ മൂവ്മെന്റ് എപ്പോഴും 360 ഡിഗ്രിയിലായിട്ട് 365 ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഈവൻ ദാറ്റ് ഇസ് എ സയൻസ്. അപ്പോ കാരണം എന്താ പറഞ്ഞ, ഈ സൈഡിക്ക് നോക്കുന്നില്ലേ, സെൻട്രലായിട്ട് നോക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ആന്റി സോഷ്യൽ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവര് ചിന്തിക്കില്ല, അവര് തല ഉപയോഗിക്കും, ഹാർട്ട് അവർക്ക് ഇല്ല. നമുക്കിപ്പോ 3 ലെയർ ഉണ്ട്, ഹെഡ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ഗട്ട് ഉണ്ട്. അപ്പോൾ അവര് ഹെഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധി അത് അങ്ങനെ വലുതായിട്ടൊന്നും എന്താ മനസ്സിൽ വന്ന ഒക്കെ അവരിങ്ങനെ ചെയ്യും. പക്ഷെ ഹാർട്ട്, ഹൃദയം എന്ന് പറഞ്ഞ സംഭവമില്ല. ദേ ഡോണ്ട് ഹാവ് ഫീലിംഗ്സ് ഫോർ അതർ, ദേ ഡോണ്ട് ഹാവ് ഇമോഷൻസ്, അതൊക്കെ ഉള്ള. അപ്പൊ എന്താ തോന്നുന്നു അത് അവർ ചെയ്യും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഇഫ് ദേ വാണ്ട് ടു കിൽ സംബഡി ദേ ഡു ഇറ്റ്. അപ്പൊ അതാണ് പറയുന്നത്, മിററിംഗ് ഇസ് വെരി പുവർ, വർക്കിംഗ് പുവർ ഇൻ ദിസ് പീപ്പിൾ. And teaching them mirroring improve their empathy and thus help them recover in some way. Yes ma'am. Actually എങ്ങനെയാണ് ഈ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ക്വാറന്റൈൻ ചെയ്യുക. ആ ആൾക്കാരെ വിളിച്ച് നമുക്കൊരു കൗൺസിലിംഗ് നടത്തുക. they have to be brought to the rehabilitation center. അവർക്കൊരു കൗൺസിലിംഗ് മാതിരി കൊടുത്ത് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒരു ഒബ്സർവേഷനിൽ വെക്കുക, കുറച്ച് ക്വാറന്റൈൻഡ് ആയിട്ട് വെക്കുക. എന്നിട്ട് അവർക്ക് കുറച്ച് ഐ മൂവ്മെന്റ്സും ബോഡി മൂവ്മെന്റ്സും ക്രിയേറ്റീവ് ബോഡി മൂവ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ രീതിയിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. പിന്നെ അത് കൂടാണ്ട് ബ്രെയിൻ ജിം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബ്രെയിൻ ജിം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഈക്വൽ കോർഡിനേഷൻ രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ബോഡി, അവർ പറയുന്നതും അവര് വാക്ക് പറയുന്നതും, ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പൊ ഇങ്ങനെ വാക്ക് എന്ന് പറയുമ്പോൾ എന്റെ കൈ എങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. സോ വാട്ട് ഹാപ്പൻസ്, മൈ ബോഡി മൂവ്മെന്റ് മാച്ചസ് വിത്ത് ദ വേർഡ്സ് ഐ എം യൂസിങ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഈക്വൽ കോർഡിനേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഇൻഡോനേഷൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ മൂവ്മെന്റ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഒബ്സർവ് ചെയ്യാം. നമ്മുടെ കണ്ണാടിയിൽ തന്നെ നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മൾ സ്റ്റേജ് ഫിയർ, എത്ര പേർക്ക് ഇവിടെ സ്റ്റേജ് ഫിയർ ഉണ്ട്? സ്റ്റേജ് ഫിയർ ഉള്ളവർക്ക് മിററിംഗ് ചെയ്ത് പഠിക്കാം. എങ്ങനെ പഠിക്കാൻ അറിയോ? നിങ്ങളിത് ഉപയോഗിക്കണം കേട്ടോ. നിങ്ങളുടെ കുട്ടികൾ സ്റ്റേജ് ഫിയർ ഉണ്ട്. കേരളത്തിലെ ഏറ്റവും കുട്ടികൾക്ക് അധികം പ്രശ്നങ്ങൾ, ജോലി കിട്ടാത്ത, നഷ്ടപ്പെട്ട എന്താ അറിയോ? സ്റ്റേജ് ഫിയർ. കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടി. എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അറിയോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കോൺസെപ്റ്റ് എടുക്കുക, ഡെയിലി ഒരു ചെറിയ ചെറിയ വേർഡ്സ് എടുക്കുക. ആ വേർഡ്സ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിക്കുക കേട്ടോ. അതിനെപ്പറ്റി എന്തൊക്കെ അറിയാമോ നിങ്ങൾക്ക് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതുക. ഇപ്പോൾ ഫ്ലവർ, പൂവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പൂവിനെ പറ്റി എന്തൊക്കെ അറിയാം, നിങ്ങൾ കേട്ടറിവ് വെച്ചിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. പിന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കും, അതിനെപ്പറ്റി ഒന്ന് വിശേഷിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കിയതും നിങ്ങൾ ഗൂഗിളിനെ മനസ്സിലാക്കിയ എല്ലാം നിങ്ങൾ കൂട്ടിക്കുഴച്ച് നിങ്ങൾ തന്നെ മലയാളത്തേക്ക് മാറ്റുക. എന്നിട്ട് അതിനെ നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ മംഗ്ലീഷ് ആക്കി മാറ്റുക. ഓക്കെ, എന്നിട്ട് എന്താണ്, ആദ്യത്തെ ചെയ്യുമ്പോൾ നമ്മൾ 90% മലയാളം പറയും, 10% ഇംഗ്ലീഷ് പറയും. പിന്നെ അടുത്ത ദിവസം നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ 85% ആയി മാറും. പിന്നെ ഇത് 15% ആവും. അങ്ങനെ അതിന്റെ ഓട്ടോമാറ്റിക് അത് വൈസ് വേഴ്സയായി മാറും. അപ്പോൾ ഫുൾ 100 ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സ്റ്റേജ് ഫിയർ കുറയ്ക്കും. എന്താ ചെയ്യേണ്ടത്? കണ്ണാടിന് മുന്നിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന കുറച്ച് ഡ്രസ്സുകളും കുറച്ച് ബാഗുകളും കുറച്ച് ചെയറുകളും
കുറച്ച് മത്തനും കുമ്പളങ്ങയും ഒക്കെ കൊണ്ടിരുത്തുക. എന്നിട്ട് ഇതെന്താ അറിയോ, സ്റ്റേജ് ഫിയർ കുറയ്ക്കാനാ. ആൾക്കാരാണ്, കാരണം മത്തനും കുമ്പളങ്ങയൊക്കെയാണ് കണ്ണ് വരച്ചിട്ട് ആൾക്കാർ ആ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് സ്റ്റേജ് ഫിയർ കുറയ്ക്കാം. അവിടെ വെച്ചതിന് ശേഷം നമ്മൾ സംസാരിക്കുക. ഒന്ന് നോക്കൂ, ആരെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറയൂ. എന്നിട്ട് നിങ്ങൾ ഓരോരു ദിവസം നിങ്ങൾ പറയുമ്പോൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കറക്ഷൻ ചെയ്യണം. എന്താണ് എൻ്റെ ബോഡി മൂവ്മെന്റ്, ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ. ഇറ്റ്സ് എ ഗ്രേറ്റ് പവർഫുൾ ടെക്നിക്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഒരു ടെക്നിക്കാണ്. ഞാൻ എവിടെയോ അവസാനിച്ചു, സോറി മാം. No, well said. Humorous also. Very entertaining. Thank you. Thank you so much. അടുത്തത് നമുക്ക് നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. Thank you so much for this great opportunity. I feel blessed. Thank you so much. Najia ma'am. Tushar sir, very very thanks. Mirroring and thank you ma'am. Thank you. It's my pleasure. It's my pleasure. കാര്യങ്ങൾ പറഞ്ഞത്. Thank you. നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ജാസ്മിൻ മാമിനെ ക്ഷണിക്കുന്നു. ജാസ്മിൻ മാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട് മാം? കേൾക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ടോപ്പിക് മിററിംഗ് കേട്ടപ്പോ തന്നെ ഒരു ചെറിയൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു. അതിപ്പോ അടുത്ത് ഒരു കുറച്ച് ദിവസം മുമ്പ് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പൊ അതിൽ അവര് ഷോക്കേസ് ചെയ്തിരിക്കുന്നത് പിന്നെ വലിയ വലിയ ആളുകൾ, ഇപ്പൊ മന്ത്രിമാരും അവരുടെയൊക്കെ പിന്നെ സംസാരിക്കുന്ന സമയത്ത് അവരെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പൊ അതില് ശരിക്കും കാണിക്കുന്നുണ്ട് 2 വ്യക്തികൾ ഒരേ പോസിലിരിക്കുന്നത്, പിന്നെ അതേപോലെ ഫോട്ടോക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യുമ്പോഴും അവരുടെ ബോഡി ഒരേപോലെ വെച്ചിട്ടുള്ളത്, കാല് വെക്കുന്ന സ്റ്റൈല് ഒരേപോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഐഡിയ എനിക്ക് അപ്പൊ തന്നെ മിററിങ്ങിനെ പറ്റിയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ബാക്കില് ഇത്ര പിന്നെ സ്ഥലത്ത് ഈ ഒരു മിററിങ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം ഇന്നിപ്പോ തുഷാർ സർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഈ ടോപ്പിക് തന്നെ ഒരു രസമായിട്ട് എനിക്ക് തോന്നി, കാരണം ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇത് അറിയുന്നത് തന്നെ. അപ്പോൾ താങ്ക്സ് എ ലോട്ട്, നല്ലൊരു ഇൻഫർമേഷൻ ഞങ്ങൾ എടുത്ത് ഷെയർ ചെയ്തതിനും, പിന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതും, ആ മിററിങ്ങിലൂടെ റിഫ്ലക്ഷൻ, മിററിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ആ റിഫ്ലക്ഷൻ കൂടി കണക്കിലെടുത്ത് ആ എംപത്തറ്റിക് ഫീലിംഗിലൂടെ നമുക്ക് മിററിംഗ് യൂസ് ചെയ്യാന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കി തന്നു. ഞങ്ങൾ ഓരോരുത്തരുടെ ഡൗട്ട് പല രീതിയിലുള്ള ഡൗട്ടായിരുന്നു. സർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തർ ചോദിച്ചത് ഓരോ മേഖലകളായിട്ടാണ്. ഇപ്പൊ ഒരാള് പാരന്റിങ് ചോദിച്ചു, ഒരാള് കൗൺസിലിംഗ് ചോദിച്ചു, ഞാൻ റിലേഷൻ ചോദിച്ചു, ഒരാള് പിന്നെ എന്താ പറയാ അഡോൾസന്റിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഈ ഒരു മിററിംഗ് തന്നെ പല വേർഷൻസ് പിന്നെ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് കേൾക്കാൻ സാധിച്ചു, മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇതെല്ലാം പിന്നെ ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന സാറിന് പ്രത്യേകം താങ്ക്സ്. ഞങ്ങൾ KCTTUവിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. അപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ പിന്നെ ആ റിസർച്ച് മൈൻഡ് ഇപ്പൊ എനിക്കും വന്നു. അപ്പൊ എന്താണ് ഈ സംഭവം എന്ന് ഇനി കൂടുതൽ അറിയാൻ ഇനി ഞാനും ഒരു ചെറിയൊരു തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും പിന്നെ അപ്പൊ ഒരു ടോപ്പിക് തന്നതിനും താങ്ക്സ് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓരോരുത്തരുടെ പേരിലും ഞാൻ പ്രത്യേകമായിട്ട് ഈ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും ഞാൻ പ്രത്യേകമായിട്ട് സാറിന് ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ ഇതില് പങ്കെടുത്തിട്ടുള്ള നമ്മളെ തഹസീൻ മാം, പിന്നെ അതേപോലെ മറ്റ് എല്ലാ ഭാരവാഹികളും, പിന്നെ ബന്ധങ്ങള്, മിത്രങ്ങള്, എല്ലാവരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തതും പിന്നെ ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തന്നതിനും താങ്ക്സ് എ ലോട്ട്. തുളസി മാമിനും പിന്നെ നസീറ മാം, പിന്നെ ആങ്കർ ചെയ്ത നാജിയ മാം,
എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.